അജയന്റെ രണ്ടാം മോഷണം സിനിമ തുടങ്ങുന്നത് ഒരു ഉൽക്കഭൂമിയിലേക്ക് പതിക്കുകയും ഒരു ഗർത്തമുണ്ടാകുകയും കാലാന്തരത്തിൽ അതൊരു തടാകമായി രൂപാന്തരപ്പെടുകയും ചെയ്യുന്നിടത്താണ്. എന്നാൽ യഥാർത്ഥത്തിൽ അത്തരത്തിൽ രൂപപ്പെട്ട ഒരു തടാകം 1000 നിഗൂഢതകളുടെ കേന്ദ്രമായ ഒരു തടാകം നമ്മുടെ ഇന്ത്യയിൽ തന്നെയുണ്ട്. ചന്ദ്രനിലെ മണ്ണുള്ള ഇന്ത്യൻ തടാകം മഹാരാഷ്ട്രയിലെ ഗോൾദാന ജില്ലയിലെ ലോണാർ തടാകത്തിന്റെ കഥ 100 Days 100 Stories Day 98. വർഷം 1823 ബ്രിട്ടീഷ് ജിയോളജിസ്റ്റായ ജെഇ അലക്സാണ്ടർ ഗോൾദാനയിലെ പ്രദേശവാസികൾ ഭയത്തോടെ നോക്കിക്കാണുന്ന, ശപിക്കപ്പെട്ടത് എന്ന് വിശ്വസിക്കുന്ന വളരെയേറെ പ്രത്യേകതകളുള്ള നിഗൂഢതകൾ ഏറെ നിറഞ്ഞ ഒരു തടാകത്തെക്കുറിച്ച് കേട്ടറിയുന്നത്. സാധാരണഗതിയിൽ അഗ്നിപർവ്വത സ്ഫോടനങ്ങളെ തുടർന്നുണ്ടാകുന്ന ഇത്തരം പല ഗർത്തങ്ങളിലും പര്യവേഷണം നടത്തിയിട്ടുള്ള അലക്സാണ്ടർ അത്തരത്തിലൊന്നായിരിക്കുമെന്ന് കരുതിയാണ് അവിടേക്ക് വരുന്നത്. എന്നാൽ ക്ഷേത്രങ്ങളാൽ ചുറ്റപ്പെട്ട ആ പ്രദേശത്തിന് ഒത്തിരി നിഗൂഢതകൾ ഉണ്ടായിരുന്നു. തന്റെ മാഗ്നറ്റിക് കോമ്പസ് ദിശ കാണിക്കാതെ കിടന്ന് കറങ്ങുന്നു. ചില കല്ലുകൾക്ക് ഒരു പ്രത്യേക തിളക്കവും ഇരുമ്പിന്റെയും ഇറിഡിയം പോലുള്ള വിശിഷ്ട ലോഹങ്ങളുടെയും സാന്നിധ്യവും അദ്ദേഹത്തിന്റെ പഠനങ്ങൾ ചെന്നെത്തിയത് ഞെട്ടിക്കുന്ന കണ്ടെത്തലുകളിലേക്കായിരുന്നു. ഭൂമിയിലേക്ക് പാറകഷ്ണങ്ങൾ വന്നിടിച്ച് രൂപപ്പെടുന്ന ക്രേറ്ററുകൾ നിരവധിയാണ്. അത്തരത്തിൽ 52,000 വർഷങ്ങൾക്ക് മുൻപ് ഭൂമിയിലേക്ക് പതിച്ച ഒരു ഉൽക്ക സൃഷ്ടിച്ച ഗർത്തത്തിൽ രൂപപ്പെട്ടതാണ് ലോണാർ ലേക്ക്. ലോകത്തിലെ ഏറ്റവും വലിയ 5 ഹൈ വെലോസിറ്റി ക്രേറ്ററുകളിൽ തടാകമായി പരിണമിക്കപ്പെട്ട ഒരേ ഒരു ഗർത്തം. ഇന്നും പലവിധ നിഗൂഢതകളുടെ കേന്ദ്രമാണ് ലോണാർ. ഏതാണ്ട് 1.8 കിലോമീറ്റർ ചുറ്റളവും 150 മീറ്ററിലധികം ആഴവുമുള്ള ലോണാർ തടാകത്തിൽ ഒരൊറ്റ മത്സ്യങ്ങൾ പോലുമില്ല എന്നതാണ് അവയിലൊന്ന്. മത്സ്യങ്ങൾക്ക് ജീവിക്കാൻ കഴിയാത്ത വിധം ആൽക്കലിൻ അംശം കൂടുതലായതാണ് അതിന് കാരണമെന്നാണ് വിശദീകരിക്കപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ കടലുമായി ഇത്രയും ദൂരത്തിലുള്ള ഈ ഒരു തടാകത്തിൽ ആൽക്കലൈന്റെ അംശം ഇത്രയധികം വർദ്ധിച്ചത് എങ്ങനെ? 2020 നാസയുടെ എർത്ത് ഒബ്സർവേറ്ററി ഈ തടാകത്തിന്റെ ചിത്രങ്ങൾ എടുക്കുമ്പോഴാണ് ഒരു കാര്യം ശ്രദ്ധിച്ചത്. 2 ആഴ്ചകൾക്കിടയിൽ ലോണാർ തടാകം 2 നിറങ്ങളിലാണ് കാണപ്പെട്ടിരിക്കുന്നത്. ഒന്ന് സാധാരണ തടാകങ്ങളെ പോലെ പച്ച നിറത്തിൽ, മറ്റൊന്ന് പിങ്ക് കലർന്ന ചുവപ്പ് നിറത്തിലും. ആദ്യം അത് പലവിധ കോൺസ്പിറസി തിയറികൾക്ക് കാരണമായെങ്കിലും ഭൂമിയിൽ ജീവൻ നിലനിൽക്കാൻ ഒട്ടും സാധ്യതയില്ലാത്ത അത്രയും വിഷമയമായ ആ തടാകത്തിൽ എക്സ്ട്രീമോഫൈലുകൾ എന്ന ആൽഗകളാണ് ഇതിന് കാരണമെന്ന് പിന്നീട് കണ്ടെത്തുന്നു. 2019 IIT ബോംബെ നടത്തിയ പഠനത്തിൽ ഈ തടാകത്തിൽ നിന്നെടുത്ത മണ്ണിലെ ധാതുക്കൾക്ക് അപ്പോളോ പേടകം ചന്ദ്രനിൽ നിന്നും കൊണ്ടുവന്ന മണ്ണുമായി പലവിധ സാമ്യതകൾ കണ്ടെത്തി. അന്ന് വന്നിടിച്ച ഉൽക്കയിലെ ഇരുമ്പിന്റെയും നിക്കലിന്റെയും സാന്നിധ്യം ആ പ്രദേശത്തെ ധാതുക്കളുമായി ചേർന്നതിന്റെ ഫലമാണ് തിളങ്ങുകയും പലവിധ പ്രത്യേകതകളുമുള്ള പാറകളെന്നും ഇറിഡിയം ഉൾപ്പെടെയുള്ള ധാതുക്കളെന്നും പിന്നീട് കണ്ടെത്തി. എന്തായാലും യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ലോണാർ തടാകം ഇന്ന് മഹാരാഷ്ട്രയിലെ പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് അട്രാക്ഷൻസിൽ ഒന്നാണ്.